ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം മസാലയും ചപ്പാത്തിയുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മഷ്റൂം എങ്ങനെയായി എന്ന് നോക്കാം, വഴറ്റിയിട്ട് എങ്ങനെയായി എന്ന് നോക്കാം. ഓക്കെ, ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചപ്പാത്തിയും മഷ്റൂം മസാലയും. മഷ്റൂം മസാലയ്ക്ക് എന്തൊക്കെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ജീരകം ഇട്ടു, എണ്ണ ഒഴിച്ചു, ജീരകം ഇട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഉള്ളിയിട്ട് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി 2 സ്പൂൺ, 2 ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ അവനവന്റെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. പിന്നെ ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളത്തിൽ മെൽറ്റാക്കിയിട്ട് ഈ ഉള്ളി വഴറ്റി നല്ല ബ്രൗൺ കളറാവുമ്പം അതിലേക്ക് ഇടാം. അത് കഴിഞ്ഞാൽ തക്കാളി ഇടാം. എന്നിട്ട് ഇതാ വഴറ്റിയിട്ട് ഇങ്ങനെ പേസ്റ്റ് ആവും. ഈ മസാല വഴറ്റുമ്പോൾ ഒരു പൊടി പഞ്ചസാര ഇടുക. അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു നുള്ളേ ഇടാൻ പാടും, കുറെ വാരിയൊന്നും ഇടരുത്. അപ്പൊ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നല്ല വഴറ്റി ഇങ്ങനെയാക്കാം. മഷ്റൂം ഇതാ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗരം മസാല ഇതിലേക്ക് ഇടണം. ഇതിന് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ അര ടീസ്പൂണോ ചിക്കൻ മസാല ഇതിലേക്ക് ഇടാം. അപ്പൊ എന്നിട്ട് നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞു വരുന്നവരെ വഴറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മുറിച്ചു വെച്ച നമ്മുടെ മഷ്റൂം ഇതിലേക്ക് ഇടാം. ഓക്കെ, മഷ്റൂം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. നന്നായി വഴറ്റിയിട്ട് ഈ മഷ്റൂമിൽ തന്നെ നല്ലോണം വെള്ളം വരും. അപ്പം ആദ്യം തന്നെ എടുത്ത് വെള്ളം ഒഴിക്കണ്ട. ഇത് നന്നായിട്ട് വഴറ്റി ഈ മസാലകളൊക്കെ ഈ മഷ്റൂമിൽ പിടിക്കുന്ന വരെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ ഒന്ന് വേണമെങ്കിൽ അടച്ചു വെക്കാം. ഇപ്പൊ നമ്മളിത് ഒന്ന് അടച്ചു വെക്കുന്നു. ഇത് ഒന്ന് അടച്ചു വെക്കാം. ഇതിന്റെ മുടിയുണ്ട്, പക്ഷെ ഇതാ അതിനിടയ്ക്ക് ഞാൻ ആട്ട കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആട്ട കുഴച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ദോശയ്ക്ക് അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദോശമാവ് കുറച്ച് ബാക്കിയായി. ദോശമാവിലാണ് ഈ ആട്ട കുഴച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉള്ളതായിരിക്കും. ദോശയ്ക്ക് മാവ് അരച്ചത് എന്താ വെച്ചാൽ കടലയും ചെറുപയറും മുളപ്പിച്ചതും പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ട് അരച്ച ഒരു പൊടിക്ക് അരി, അതും കൂടെ ഇട്ട് അരച്ച മാവായിരുന്നു. അപ്പൊ മാവ് ഇന്നലെ അരച്ച് ദോശ ഉണ്ടാക്കിയതാണ്, അത് ബാക്കി ഉണ്ടായിരുന്നു. അതിലാണ് കുഴച്ച് നമ്മള് ഈ ആട്ട കുഴച്ച് വെച്ചിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചത് നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ മഷ്റൂം കറി ആവുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പൊ നമ്മുടെ ഇത് നന്നായിട്ട് ഗ്രേവി നന്നായി തിളച്ച് ഇതിൽ തന്നെ വെള്ളം നന്നായിട്ട് വരും. ഇതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് വേണ്ടത് എങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. പക്ഷെ ചൂടുള്ള വെള്ളം ഒഴിക്കുക. തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോവും. ചൂടുള്ളതാവുമ്പം ആ ടേസ്റ്റ് അധികം തിളക്കേണ്ടി വരില്ല, അപ്പൊ ടേസ്റ്റ് കിട്ടും ചെയ്യും. ഓക്കെ, നമുക്ക് കുറച്ചു നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അതിന് വേവൊന്നും കൂടുതലില്ല, കുറച്ചേ വേവുള്ളൂ. ഇത് നമ്മുടെ ചപ്പാത്തിന്റെ മാവ് കണ്ടില്ലേ, അത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ളത്. ഈ ചപ്പാത്തി ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മഷ്റൂം മസാല ഓൾമോസ്റ്റ് റെഡിയായി. ഗരം മസാല ഇട്ടു, അധികം ഗ്രേവി ഒന്നുമില്ല. നമ്മുടെ മഷ്റൂം മസാല ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. തിക്കായിട്ടുള്ള ഗ്രേവി വെച്ചിരിക്കുന്നത്, അധികം ഇതൊന്നും വെച്ചിട്ടില്ല. ഗരം മസാല ഇട്ടു, ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അതും ഇട്ടു. എല്ലാം യോജിപ്പിച്ച് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഉണ്ടാക്കാൻ അടുത്തത് ചപ്പാത്തി. ഓക്കെ, ചപ്പാത്തിക്ക് ഇതാ പരത്തുന്നു. സാധാരണ ചപ്പാത്തി പരത്തുന്ന മാതിരി തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല.
സാധാരണ ചപ്പാത്തിന്റെ ഉണ്ട പോലെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് പരത്താനൊക്കെ പറ്റും. അധികം തിക്കൊന്നും ആക്കണ്ട, വളരെ നൈസും ആക്കണ്ട, ഒരു മീഡിയം ഇതില് പരത്തിയിട്ട് ഉണ്ടാക്കിയാൽ മതി. രണ്ട് മൂന്ന് ചപ്പാത്തി ഞാൻ പരത്തി കഴിഞ്ഞു. നല്ല പൊങ്ങി വരുന്ന ചപ്പാത്തിയാണ്. അതിൽ നിങ്ങൾ എണ്ണയോ ബട്ടറോ എന്താന്ന് വെച്ചാ ഒഴിക്കുക. എണ്ണ ഒഴിക്കാം, ബട്ടർ ആണെങ്കിൽ ബട്ടർ ഒഴിക്കാം, അല്ല നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. സൂപ്പറായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അടുത്ത ചപ്പാത്തി ഇട്ടു. നന്നായിട്ട് പൊങ്ങി വരും ചപ്പാത്തി. സൂപ്പറായിട്ടുള്ള ചപ്പാത്തി. കടുക് എണ്ണയൊന്നും വാരി ഒഴിക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചപ്പാത്തി ആയിരിക്കും. അപ്പൊ എല്ലാരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന്. നിങ്ങൾ ഈ നാട്ടിൽ ഈ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കൂട്ടിയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതിന്റെ മാവ് കുറച്ച് ബാക്കിയാകുമ്പോൾ അതിലേക്ക് ആട്ട ഇട്ടിട്ട് കുഴയ്ക്കുക. ഇതിൽ പച്ചമുളക് ഉണ്ട്, ഇഞ്ചി ഉണ്ട്, എല്ലാം അരച്ച മാവാ. അതിലേക്കാണ് ഞാൻ ആട്ടയിട്ട് കുഴച്ചത്. അപ്പൊ നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കിട്ടുക. ഞാൻ എടുത്ത് കൈ കൊണ്ട് കാണിച്ചു തരാം. കണ്ടോ, ചൂടാണ്, നല്ല സോഫ്റ്റ് ചപ്പാത്തി. അതാ നല്ല ചൂടാ, എന്റെ കൈ പൊള്ളി. അപ്പം ആ ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവരും നോക്കുക. പറ്റുകയാണെങ്കിൽ കമന്റും ചെയ്യാം. ഓക്കെ, എന്നാൽ ബൈ. പിന്നെ നമ്മുടെ റെസിപ്പിയാണ് മഷ്റൂം മസാലയും ചപ്പാത്തിയും. Bye, bye, bye.